കോഴിക്കോട് താമരശ്ശേരിയിൽ എക്സൈസ് പിടികൂടിയ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫൈസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, ഇയാൾ എക്സൈസിനെ കണ്ട് ഇയാൾ എക്സൈസിന്റെ പിടിയിലായ ശേഷം കയ്യിലുണ്ടായിരുന്ന MDMA വിഴുങ്ങി എന്നാണോ നമ്മൾ കരുതുന്നത്? അതിലെന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? വിജയകുമാർ, ചെറിയൊരു തിരുത്തുണ്ട്. എക്സൈസ് അല്ല, ഇയാൾ വീട്ടിൽ ബഹളം വെക്കുകയായിരുന്നു. അമ്മയെയും ഭാര്യയെയും ചെറിയ കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം വെച്ചു. ഈ ബഹളം വെച്ച സമയത്ത് നാട്ടുകാർ ഈ ബഹളം കേട്ട് വീട്ടിലെത്തുകയായിരുന്നു. തുടർന്ന് താമരശ്ശേരി പോലീസിൽ വിവരം അറിയിച്ചു. നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ MDMA വിഴുങ്ങി എന്ന ഒരു സംശയം നാട്ടുകാർ തന്നെയാണ് പ്രകടിപ്പിച്ചത്. ഇതിനെ തുടർന്നാണ് ഞാനിപ്പോൾ ഉള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഈ ആളെ, അതായത് താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസ് ആണ് MDMA വിഴുങ്ങി എന്ന ഒരു സംശയമുള്ളത്. ആദ്യം ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത്. പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംശയമാണ് വിഴുങ്ങിയെന്ന് ഈ പോലീസിന് കൈമാറുന്നതിനിടയിൽ നാട്ടുകാർ ഈ ഫായിസിനെ പിടികൂടി പോലീസിന് കൈമാറുന്നതിനിടയിൽ ഇത്തരത്തിൽ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്ത് ഈ ഫായിസ് കഴിക്കുന്നതായി നാട്ടുകാർ സംശയം പറയുന്നു. അത് പ്രകാരമാണ് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രി എത്തിച്ചത്. കൂടുതൽ പരിശോധനയ്ക്കായിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ പരിശോധനയിൽ മാത്രമേ ഇത്തരത്തിൽ MDMA വിഴുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. താമരശ്ശേരിയിൽ തന്നെയാണ് ഇതിനു മുൻപ് പോലീസിനെ കണ്ട് ഷാനിദ് എന്ന യുവാവ് MDMA കഴിക്കുകയും പിന്നീട് മരണമടയുകയും ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല, താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇപ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഡൻസാഫിൻ്റെയും എല്ലാം പ്രത്യേക ടീം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വളരെ വ്യാപകമായി ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് ഉപയോഗിക്കുന്നു. കഞ്ചാവിന് അടിമപ്പെട്ട് അക്രമ സംഭവങ്ങൾ നടത്തുന്നു. ആഷിക്കുണ്ട്, അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം യാസിർ. ഇത്തരമുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മേഖലയിൽ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ കോഴിക്കോട് ടൗണിൽ വെച്ച് ഒരു പ്രതിയെ പിടിക്കുകയുണ്ടായി. ആ പ്രതി താമരശ്ശേരിയിൽ MDMA വിൽക്കുന്ന പ്രധാന സംഘത്തിലെ ഒരാളാണ്. 58 ഗ്രാം MDMA ആയിരുന്നു അയാളിൽ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. മസ്താൻ എന്നാണ് വിളിപ്പേരി താമരശ്ശേരിയിൽ ആ പ്രതി അറിയപ്പെടുന്നത്. ആ പ്രതി ഈ നേരത്തെ ഉമ്മയെ കൊന്ന ആഷിക്കിൻ്റെ ഉറ്റ സുഹൃത്താണ്. താമരശ്ശേരിയിൽ അടുത്തിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെല്ലാം ഈ പ്രതിക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾ എക്സൈസിൻ്റെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൂടിയാണ് ഈ മസ്താൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം എന്നത് ഇത്തരത്തിൽ ബഹളം വെച്ച് നാട്ടുകാർ പിടികൂടിയ ഇയാളെ പോലീസിന് കൈമാറുന്നതിനിടയിലാണ് ഇത്തരത്തിൽ MDMA വിഴുങ്ങിയോ എന്ന ഒരു സംശയമുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിശദ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിജയകുമാർ.